മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അതാണ് ഇപ്പോൾ കോഴിക്കോട്ടെ മനോഹര കാഴ്ച. ഡിസംബറിൽ മാത്രം വിരിയുന്ന ഈ മണിമുല്ലകൾ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ്. പൂത്തൊളിഞ്ഞു നിൽക്കുന്ന മണിമുല്ല പൂങ്കാവനം കാണാൻ നിരവധി പേരാണ് നടൻ വിനോദ് കോവൂരിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. വർഷത്തിൽ കുറച്ചു ദിവസങ്ങൾ മാത്രം കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണിത്. ഡിസംബറിൽ പൂക്കുന്ന മണിമുല്ലകൾ. ദൂരെ നിന്ന് കണ്ടാൽ വെള്ളം കുത്തിയൊലിച്ചു വരുന്നതാണെന്നേ തോന്നൂ. അത്രയ്ക്ക് മനോഹരമാണ് മണിമുല്ലകൾ പൂത്തുകഴിഞ്ഞാലുള്ള കാഴ്ച. വിനോദ് കോവൂരിന്റെ സഹോദരൻ മനോജ് കുമാറിന്റെ കോവൂരിലെ ചിത്രമൂല വീട്ടിൽ കഴിഞ്ഞ 8 വർഷമായി മണിമുല്ലകൾ പൂക്കാറുണ്ട്. ഡിസംബർ പകുതിയാകുമ്പോൾ കുടുംബത്തിനും ഇതൊരു ആഘോഷമാണ്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കഥകൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടു നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകിവാ. ഈ ഒരു മാസം ഞങ്ങൾക്ക് ഇതാണ് ആഘോഷമാണ്, ഞങ്ങളെ ഫെസ്റ്റിവൽ സീസണാണ്. 10-11 മാസം ഞങ്ങൾക്ക് ഇവിടെ തണലും കുളിരും തരുന്നൊരു ചെടിയാണിത്. ഇവിടുന്ന് ചേട്ടൻ തൈകൾ ഇങ്ങനെ പലർക്കും ചേട്ടൻ ചെറിയ ചെറിയ പോട്ടലാക്കിയിട്ട് തൈകൾ കൊടുക്കും. അത് പലരുടെ വീട്ടിലും കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്നൊക്കെ പൂവിട്ടിട്ട് അവരൊക്കെ ഫോട്ടോ അയച്ചു തരും. അതാ ഞങ്ങളുടെ വീട്ടിലുണ്ടായെന്നുണ്ട്. അതും വലിയ സന്തോഷമാണ്. പക്ഷേ ഇങ്ങനെ വൈഡായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. 18 വർഷം മുമ്പാണ് മനോജ് മുല്ലയുടെ കൊച്ചുകമ്പ് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നട്ടത്. ഇത് പൂത്തു കഴിയുമ്പോൾ ഇത്രമാത്രം മനോഹരമാകുമെന്ന് അന്ന് അവരും കരുതിയില്ല. മണിമുല്ലകളിൽ വീണ് കിടക്കുന്ന മഞ്ഞുതുള്ളികൾ, തേൻ കുടിക്കാനായി പൂക്കളിലൂടെ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകൾ, ആ കാഴ്ച കണ്ടുണരുന്ന ഡിസംബറിലെ 10 ദിവസത്തെ പുലരി അത്രമാത്രം മനോഹരമാണ്. ഇത് കാണാൻ ദൂരെ നിന്ന് വരെ നിരവധി പേരാണ് കോവൂരിലെ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.